ഗുഡ് മോർണിംഗ് ഡിയർ സ്റ്റുഡൻസ്. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ഭാഗം വാല്യൂ ഓഫ് എഡ്യൂക്കേഷൻ എന്ന പാർട്ടാണ്. ഓക്കെ, വാല്യൂ ഓഫ് എഡ്യൂക്കേഷൻ. ആ ഒരു വേർഡിൽ തന്നെ ഉണ്ട് എന്ത് വാല്യൂ, അതിൻ്റെ ആ വില അല്ലെങ്കിൽ ആ ഒരു മഹത്വം. വാല്യൂ ഓഫ് എഡ്യൂക്കേഷൻ, നമ്മുടെ വിദ്യാഭ്യാസത്തിൻ്റെ മഹത്വം അല്ലെങ്കിൽ അതിന് ഇമ്പോർട്ടൻസ് ഓഫ് വാല്യൂ, ഇമ്പോർട്ടൻസ് ഓഫ് എഡ്യൂക്കേഷൻ. ഓക്കെ, വാല്യൂ മീൻസ് ആ ഒരു അതിൻ്റെതായ മഹത്വം, അതിൻ്റെ ഒരു എന്താ പറയുക, അതിൻ്റെ ഓരോ ഭാഗം ഇമ്പോർട്ടൻസ്, ഈക്വാലിറ്റി, ഇൻഡിവിജ്വൽ, അങ്ങനെയുള്ള ഫുൾ വാല്യൂസാണ് നമ്മളിതിൽ കവർ ചെയ്യാൻ പോകുന്നത്. അതിൽ നമ്മൾ ഇൻട്രൊഡക്ഷനായിട്ട് ഇതിൽ പറയുന്നത് ദ സോഷ്യോ കൾച്ചറൽ ഡേ ടു ഡേ ലൈഫ് ഇൻ സോഷ്യോ കൾച്ചറൽ പ്രസൻറ്റ് ഡേ മോഡേൺ സൊസൈറ്റി ഇൻ അഫക്റ്റഡ് ഇൻ ദ സോഷ്യൽ മാലൈസസ്. ഓക്കെ, ഇതൊരു വേർഡ് കൊടുക്കുന്നുണ്ട്, സോഷ്യൽ മാലൈസസ്. അപ്പോൾ അതാണ് നമ്മൾ ആദ്യം പഠിക്കേണ്ടത്. എന്താണ് മാലൈസസ് എന്നുള്ള വേർഡിൻ്റെ മീനിങ് ഒന്ന് മിസ് പറഞ്ഞുതരാം. അതായത് ഡിഫറെൻറ്റ് മീനിങ് ഓഫ് മാലൈസ് ആൻഡ് ഇമ്പോർട്ടൻസ് ഓഫ് മൊറാലിറ്റി, വാല്യൂ ഓഫ് ഡെമോക്രസി, ഇക്വാലിറ്റി ഓഫ് ഹ്യൂമൻ ആൻഡ് ഇൻഡിവിജ്വൽ റൈറ്റ്സ് ആൻഡ് ഡ്യൂട്ടീസ്, ഗ്രോത്ത് ഓഫ് പേഴ്സണാലിറ്റി, ഹോം, കമ്മ്യൂണിറ്റി ആൻഡ് എഡ്യൂക്കേഷൻ. മാലൈസ് അത് വേറെ തന്നെ നമുക്ക് ഡിസ്കസ് ചെയ്യാം. ആ വേർഡ് ഇപ്പോൾ മിസ് പറഞ്ഞെന്നുള്ളൂ. നമുക്ക് സ്റ്റാർട്ട് ചെയ്യേണ്ടത് ഇമ്പോർട്ടൻസ് ഓഫ് മൊറാലിറ്റി, വാല്യൂ ഓഫ് എഡ്യൂക്കേഷൻ എന്നുള്ള പാർട്ടിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ള ഭാഗം. ഓക്കെ, ഇൻട്രൊഡക്ഷനിലൊക്കെ മിസ് വായിക്കുന്ന ആ ഭാഗത്ത്, മിസ് ഇപ്പോൾ വായിച്ചുകൊണ്ടിരിക്കുന്ന ആ ഭാഗത്ത് നമുക്ക് നമ്മൾ വായിച്ചുകൊണ്ടിരിക്കുന്ന ഭാഗത്ത് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ള ഭാഗം മൊത്തത്തിൽ ഇൻട്രൊഡക്ഷനിൽ ഇതിൽ എക്സ്പ്ലെയിൻ ചെയ്ത ഭാഗത്ത് ഉള്ള കാര്യങ്ങളാണ് ഇമ്പോർട്ടൻറ്റ് ഓഫ് മൊറാലിറ്റി, വാല്യൂ ഓഫ് ഡെമോക്രസി, ഇക്വാലിറ്റി ഓഫ് ഹ്യൂമൻ ബീങ്, ഇൻഡിവിജ്വൽ റൈറ്റ്സ് ആൻഡ് ഡ്യൂട്ടീസ്, ഗ്രോത്ത് ഓഫ് പേഴ്സണാലിറ്റി ആൻഡ് ഹോം, കമ്മ്യൂണിറ്റി, എഡ്യൂക്കേഷൻ. ഇത്രയും കാര്യങ്ങളാണ് നമുക്കിതിൽ പഠിക്കാനുള്ളത്. ഓക്കെ, ബ്ലോക്ക് 1 ആണ് നമ്മൾ കവർ ചെയ്യാൻ പോകുന്നത്. കൺസെപ്ച്വൽ ഫ്രെയിം വർക്ക് എന്നാണ് ബ്ലോക്കിൻ്റെ പേര്. ആ ബ്ലോക്ക് 1 യൂണിറ്റ് 1 ആണ് വാല്യൂ ഓഫ് എഡ്യൂക്കേഷൻ. ഓക്കെ, അത് ഇൻട്രൊഡക്ഷൻ പറയുന്നത്, വാല്യൂ ഓഫ് എഡ്യൂക്കേഷൻ ഇൻട്രൊഡക്ഷനിൽ പറയുന്നത് യൂണിറ്റ് 1 സോഷ്യൽ മാലൈസ് ആൻഡ് നീഡ് ഫോർ വാല്യൂ എഡ്യൂക്കേഷൻ. സോഷ്യൽ മാലൈസ് ആൻഡ് നീഡ് ഫോർ വാല്യൂ ഓഫ് എഡ്യൂക്കേഷൻ എന്നാണ് നമ്മുടെ ഫസ്റ്റ് യൂണിറ്റിൻ്റെ പേര്. അതിൽ തന്നെ വാല്യൂ ഓഫ് എഡ്യൂക്കേഷൻ ആണെങ്കിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കാനുള്ളത്. അതിലുള്ള മാലൈസ്, അതായത് മാലൈസ് ഓഫ് സോഷ്യൽ മാലൈസ് എന്നൊരു വേർഡ് കൊടുക്കുന്ന യൂണിറ്റിൽ നിങ്ങൾക്ക് കാണാം. സോഷ്യൽ മാലൈസ് എന്ന് പറഞ്ഞാൽ നമുക്ക് മലയാളത്തിൽ പറയുകയാണെങ്കിൽ അസ്വാസ്ഥ്യം എന്നൊക്കെ പറയും. ദേഹാസ്വാസ്ഥ്യം അല്ലെങ്കിൽ എന്തെങ്കിലും ലാക്ക് ഓഫ് എന്തെങ്കിലും ഒരു ഹെൽത്തോ എന്തെങ്കിലും ഒരു ആരോഗ്യ പ്രശ്നം, എന്തൊരു വേദന, അതൊക്കെ അതിനൊക്കെയാണ് എന്തെന്ന് പറയുന്നത്, മാലൈസ് എന്ന് പറയുന്നത്. ആ ഒരു വേർഡിൻ്റെ അർത്ഥമാണ് പറഞ്ഞത്. ദെൻ പിന്നെ അതിൽ പറയുന്നത് സോഷ്യൽ മാലൈസ് ആൻഡ് നീഡ് ഫോർ വാല്യൂ എഡ്യൂക്കേഷൻ ആണ്. യൂണിറ്റ് 1 പേരാണ് മിസ് പറഞ്ഞത്. നെക്സ്റ്റ് അതിൻ്റെ ഇൻട്രൊഡക്ഷൻ നമുക്ക് നോക്കാം. മിസ് ഈ എഴുതി വെച്ചത് തന്നെയാണ് ഇൻട്രൊഡക്ഷൻ ഉള്ളത്, എങ്കിലും നമുക്ക് ജസ്റ്റ് വായിച്ച് നോക്കാം. സോഷ്യൽ മാലൈസ് ആൻഡ് നീഡ് ഫോർ വാല്യൂ എഡ്യൂക്കേഷൻ. ദെൻ സോഷ്യോ കൾച്ചറൽ ethics present by Indian society. The social malaise are divided into like rampant corruption, violence, then social crimes. Okay, social crimes നെ പറ്റി പറയുന്ന വയലൻസ്, കറപ്ഷൻ, ടെററിസം തീവ്രവാദത്തിനെ പറ്റി പറയുന്നുണ്ട്. ആൻഡ് the need for a kind of education which can prevent and combat with invisible society in urgently justification for a need of value education. അത് നമുക്കറിയാം. ഇതിൽ ഫസ്റ്റ് പറയും ഇമ്പോർട്ടൻറ്റ് മൊറാലിറ്റി, അതായത് ഒരു സൊസൈറ്റിയിൽ വേണ്ട ക്രൈം ആണെങ്കിലും ടെററിസം, ക്രൈം, ദെൻ എന്തൊക്കെ അതിൽ പറയുന്നത്, നെപ്പോട്ടിസം, വയലൻസ്, ടെററിസം ആൻഡ് സോഷ്യൽ ക്രൈംസ്. ഇത്രയും കാര്യങ്ങളാണ് ടെക്സ്റ്റിൽ കൊടുത്തിരിക്കുന്നത്. ടെക്സ്റ്റിൽ നമുക്ക് വാല്യൂ ഓഫ് എഡ്യൂക്കേഷൻ ഇല്ലാത്തത് കൊണ്ട് നമുക്ക് നമ്മുടെ സൊസൈറ്റിയിൽ നമ്മൾ അനുഭവിക്കുന്നതായ പ്രശ്നങ്ങളാണ് പറഞ്ഞത്. ഈ ഫസ്റ്റ് ഇൻട്രൊഡക്ഷനിൽ തന്നെ പറയുന്നത് സോഷ്യൽ പ്രോബ്ലംസ് ആണ്, അതായത് ജനറൽ പ്രോബ്ലംസ് ആണ്. നമ്മുടെ സമൂഹത്തിലുള്ള പൊതുവായി കാണുന്ന ചില സോഷ്യൽ വാല്യൂസ് മനസ്സിലാക്കാതെ നമ്മൾ പ്രവർത്തിക്കുമ്പോൾ നമുക്കുള്ള പ്രശ്നങ്ങൾ, സൊസൈറ്റിക്ക് മൊത്തമുള്ള പ്രശ്നങ്ങളാണ് ഫസ്റ്റ് ഇൻട്രൊഡക്ഷനിൽ പറയുന്നത്. ഓക്കെ,
ടെററിസം ഉണ്ടാവും, വയലൻസ് ഉണ്ടാവും അല്ലേ. വയലൻസ് എന്ന് പറഞ്ഞാൽ അക്രമങ്ങൾ ഉണ്ടാവും. ദെൻ അതായത് നമ്മൾ ഒരു കുട്ടി വളരുമ്പോൾ അതിൻ്റെ സൊസൈറ്റിയിൽ ആ കുട്ടിക്ക് കിട്ടാതെ പോകുന്ന പല വാല്യൂസ്, എഡ്യൂക്കേഷൻ വാല്യൂസ് കിട്ടാതെ പോകുമ്പോൾ സൊസൈറ്റിയിൽ എന്തൊക്കെ പ്രശ്നങ്ങൾ നെഗറ്റീവായിട്ട് ഇമ്പാക്റ്റ് ചെയ്യും, എഫക്റ്റ് ചെയ്യും എന്നുള്ളതാണ് കാണിക്കുന്നത്. ഓക്കെ, അതിൽ ഫസ്റ്റ് എന്ത് ചെയ്യുന്നത്, മൊറാലിറ്റി. നമുക്ക് കൺസെപ്റ്റ്, ഓരോ കൺസെപ്റ്റ് നമുക്ക് അല്ലേ, ഓരോന്ന് എന്താ ഒരു മൊറാലിറ്റീൻ്റെ കൺസെപ്റ്റിന്, മോറൽ എഡ്യൂക്കേഷൻ കൺസെപ്റ്റ് ഉണ്ട്. കാരണം അതൊക്കെ നമുക്ക് കുഞ്ഞുങ്ങൾക്ക്, വളർന്നു വരുന്ന തലമുറകൾക്ക് കൊടുത്തേ പറ്റൂ എന്നതാണ് പൊതുവെ ഇന്ത്യയിലുള്ളൊരു കൺസെപ്റ്റാണ് പറയുന്നത്. ഓക്കെ, ദ കൺസെപ്റ്റ് ഓഫ് മൊറാലിറ്റി ആൻഡ് മോറൽ എഡ്യൂക്കേഷൻ. മോറൽ വാല്യൂസ് നിങ്ങൾക്കറിയാം. മോറൽ വാല്യൂസ് എന്ന് പറഞ്ഞാൽ പിന്നെ മോറലായി നമ്മൾ എന്താ പറയുക, വാല്യൂസിൻ്റെ, അതായത് സ്വാഭാവികതയോട് കൂടി നമുക്ക് ആവശ്യമുള്ള ചില മോറൽ വാല്യൂസ്, നമ്മൾ മനസ്സിലാക്കേണ്ട ചില നല്ല കാര്യങ്ങൾ അല്ലെ ഗുഡ് തിങ്സ് ആണ് എന്ത് മോറൽ വാല്യൂസ് എന്ന് പറയുന്നത് അല്ലേ. അതായത് ധാർമ്മികത, അച്ചടക്കം എന്നൊക്കെ പറയും. മോറലിൻ്റെ ശരിക്കും മലയാള അർത്ഥം ധാർമ്മികത എന്ന് തന്നെയാണ്. അച്ചടക്കം, സ്വഭാവശുദ്ധി, ഇതൊക്കെ എന്തിൽ വരും, മൊറാലിറ്റി അല്ലെങ്കിൽ മോറൽ ക്യാരക്ടർ എന്നൊക്കെ പറയും. അതേപോലെ തന്നെയാണ് വാല്യൂ ഓഫ് എന്തിൻ്റെ കൺസെപ്റ്റ് മൊറാലിറ്റി ആൻഡ് മോറൽ എഡ്യൂക്കേഷൻ. ഒരു കുട്ടിക്ക് മോറൽ എഡ്യൂക്കേഷൻ നിർബന്ധമായി കിട്ടണം എന്നാണ് ഇങ്ങനെ ഇൻട്രൊഡക്ഷനിൽ പറയുന്നത്. ആൻഡ് ദിസ് യൂണിറ്റ്സ് ക്ലാരിഫൈ ദ കൺസെപ്റ്റ് ഓഫ് മൊറാലിറ്റി ആസ് വെൽ ആസ് മോറൽ എഡ്യൂക്കേഷൻ. ദ നേച്ചർ ഓഫ് മൊറാലിറ്റി is made clear by the explaining the distinction between from and the content of moral behavior and criteria of postponed by a high level of distinction of but moral institution, moral training institution and moral education by giving suitable examples in ഈച്ച് കേസ്. ഓരോ കേസിനും സ്യൂട്ടബിൾ എക്സാമ്പിൾ വെച്ച് മോറൽ ഇൻസ്റ്റിറ്റ്യൂഷൻ കുട്ടികളെ പഠിപ്പിക്കാനുള്ള ദ കൺസെപ്റ്റ് ഓഫ് മോറൽ എഡ്യൂക്കേഷൻ ആണ് ഇപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഭാഗം. അത് തന്നെയാണ് വാല്യൂ ഓഫ് എഡ്യൂക്കേഷൻ. അതായത് എഡ്യൂക്കേഷൻ്റെ വാല്യൂ എന്ന് പറയുന്നത് കുട്ടികൾ എന്ത് പഠിക്കുക എന്നുള്ളതാണ്, മോറൽ വാല്യൂസ് പഠിച്ചിരിക്കണം. അതാണ് നമ്മുടെ ഒരു കൺസെപ്റ്റ്, ഇന്ത്യയിലുള്ള ഒരു കൺസെപ്റ്റാണ് പറയുന്നത്. ആ മോറൽ വാല്യൂ പഠിച്ചിരിക്കേണ്ട കുട്ടികൾ എവിടുന്ന് പഠിക്കണം, എങ്ങനെ പഠിക്കണം, അതെങ്ങനെ ജീവിതത്തിലേക്ക് പകർത്തണം എന്നാണ് ഫസ്റ്റ് പാർട്ടിൽ കവർ ചെയ്ത് പോകുന്നത്. ഓക്കെ, ഫസ്റ്റ് യൂണിറ്റിൽ കവർ ചെയ്ത് പോകുന്ന കാര്യം ദ വാല്യൂ ഓഫ് മൊറാലിറ്റി ആൻഡ് ദ വാല്യൂ ഓഫ് ഡെമോക്രസി ആൻഡ് ഈക്വാലിറ്റി. ഈക്വാലിറ്റി എന്ന് പറഞ്ഞാൽ നമുക്കറിയാം സമത്വം. ദെൻ ഇൻഡിവിജ്വൽ റൈറ്റ്സ് ആൻഡ് ഡ്യൂട്ടീസ്, ഒരു വ്യക്തിക്ക് കിട്ടുന്ന അല്ലെങ്കിൽ ഭരണഘടനയിൽ പറഞ്ഞിട്ടുള്ള റൈറ്റ്സ് ആൻഡ് ഡ്യൂട്ടീസ്, നമ്മുടെ അവകാശങ്ങളും നമ്മുടെ ഉത്തരവാദിത്തങ്ങളും നമ്മുടെ കടമയും. ആൻഡ് ഗ്രോത്ത് ഓഫ് എ പേഴ്സണാലിറ്റി, ഒരു വ്യക്തിയുടെ വ്യക്തിത്വത്തിൻ്റെ ഗ്രോത്ത്. ഒരു കുട്ടി അല്ലെങ്കിൽ കുട്ടി വളർന്ന വ്യക്തിയാവുമ്പോൾ ആ കുട്ടി ആർജിക്കേണ്ടതായ ചില ആർജിച്ചെടുക്കേണ്ടതായ ചില കാര്യങ്ങളാണ് ഇത് നേരത്തെ പറഞ്ഞ ഡ്യൂട്ടീസും റൈറ്റ്സും എല്ലാം അറിഞ്ഞിരിക്കണം. അവനൊരു സംസ്കാരം, ഒരു കൾച്ചർ ഉണ്ടാവണമെങ്കിൽ, ഒരു ഗുഡായിട്ട് ആ ഒരു സൊസൈറ്റിയിൽ ജീവിക്കണമെങ്കിൽ ഇത്രയും കാര്യങ്ങൾ വേണം. ഹോം, കമ്മ്യൂണിറ്റി ആൻഡ് എഡ്യൂക്കേഷൻ. ഹോം, വീട്ടിൽ നിന്നാണ് ഒരു കുട്ടി വളരുന്നത്. ആ വീട്ടിൽ നിന്ന് കിട്ടേണ്ട മോറൽ കാര്യങ്ങളെല്ലാം കുട്ടിക്ക് കിട്ടിയിരിക്കണം. എങ്കിൽ ആ കുട്ടി സമൂഹത്തിലേക്ക് പോസിറ്റീവായിട്ട് ചിന്തിക്കാനും പ്രവർത്തിക്കാനും ആ കുട്ടിയെ കൊണ്ട് കഴിയാവുന്ന വിധത്തിലുള്ള സംഭാവനകളൊക്കെ ചെയ്ത് നല്ല രീതിയിലൊരു വ്യക്തിത്വം വളർത്തിയെടുക്കാൻ പറ്റൂ എന്നാണ് ഈ ഒരു ഫസ്റ്റ് യൂണിറ്റ് മിസ് നേരത്തെ വായിച്ചതെന്ന് പറയുന്നത്. നെക്സ്റ്റ്, പില്ലേഴ്സ് ഓഫ് ഡെമോക്രസി. ഇതിലൊരു ഭാഗമുണ്ട് വാല്യൂ ഓഫ് ഡെമോക്രസി ആൻഡ് പില്ലേഴ്സ് ഓഫ് ഡെമോക്രസി. രണ്ടും ഒരേ അർത്ഥം തന്നെയാണ്. Pillars of democracy, living in peace and harmony. This unit deals with the concept which may be termed a pillars of democracy. Pillars of democracy എന്ന് പറഞ്ഞാൽ liberty, equality and fraternity. സ്വാതന്ത്ര്യം, സാഹോദര്യം, സമത്വം, സാഹോദര്യം. സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യം. നമുക്കറിയാം പണ്ട് പിന്നെ നമ്മുടെ ഇറ്റലിയിലോ അല്ലെങ്കിൽ ഇറ്റലിയാണെന്ന് തോന്നുന്നു, നമ്മുടെ ചരിത്ര കാലഘട്ടത്തിലേക്ക് പിന്തിരിഞ്ഞ് നോക്കുമ്പോൾ ഇറ്റലിയിലാണ് സ്വാതന്ത്ര്യം, സമത്വം, ഫ്രഞ്ചിലാണെന്ന് തോന്നുന്നു, ഫ്രാൻസ് റവല്യൂഷൻ അല്ലെങ്കിൽ ഫ്രാൻസിൽ നടന്ന വിപ്ലവം അല്ലെങ്കിൽ ഫ്രഞ്ച് റവല്യൂഷനിലാണ് ഈ ഫ്രഞ്ച് റവല്യൂഷനിൽ ആരാന്ന് പറയില്ല, ഏതോ ഒരു തത്വചിന്തകൻ സോക്രട്ടീസ് ആണെന്ന് തോന്നുന്നു, ഈ ഒരു സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യം എന്നുള്ള ഒരു വേർഡ് ലോകത്തിന് സംഭാവന നൽകിയത്. അതുകൊണ്ട് ആ ഒരു വേർഡിൻ്റെ ഇമ്പോർട്ടൻസ് ആണ് എന്തിൽ പറയുന്നത്. ഇവിടെ നമ്മൾ പഠിക്കുന്ന പില്ലേഴ്സ് ഓഫ് ഡെമോക്രസി. ഡെമോക്രസി ജനാധിപത്യം എന്ന് എല്ലാവർക്കും അറിയാം. ജനാധിപത്യത്തിൽ ഉൾക്കൊള്ളുന്ന 3 പില്ലേഴ്സ് മീൻസ് തൂണ്. പില്ലർ എന്ന് പറഞ്ഞാൽ തൂണുകൾ നിങ്ങൾക്കറിയാം.
ആ തൂണുകളുടെ പേര് മിസ് പറയുമ്പോൾ ശ്രദ്ധിക്കുക. എന്തൊക്കെയാണ് ഇതിൽ പറയുന്നത്? ലിബർട്ടി, ഈക്വാളിറ്റി ആൻഡ് ഫ്രറ്റേണിറ്റി. ലിബർട്ടി, ഈക്വാളിറ്റി ആൻഡ് ഫ്രറ്റേണിറ്റി. മിസ്സിന് റിപ്പീറ്റ് ചെയ്യാൻ സമയമില്ല, നമ്മൾ ഓരോന്ന് കവർ ചെയ്ത് ഇങ്ങനെ പോയിന്റ്സ് മാത്രം നമ്മൾ കവർ ചെയ്ത് പോകുന്നത്. ഈ പില്ലേഴ്സ് ആണ് എന്ത് നമ്മുടെ സൊസൈറ്റിയിലുള്ള പ്രത്യേകിച്ചും ഡെമോക്രസിയിലുള്ള പില്ലേഴ്സ് എന്ന് പറയുന്നത്. ഈക്വാലിറ്റി, ഫ്രറ്റേണിറ്റി ആൻഡ് ലിബർട്ടി. ഓക്കെ, സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യം. Then next, in democratic living people peaceful and coexistent with each other. പരസ്പര സമാധാനത്തോടു കൂടി സഹവർത്തിത്വത്തോടു കൂടി ജീവിക്കണം എന്നാണ് ഓരോ വ്യക്തിയുടെയും ആഗ്രഹം. ആൻഡ് പരസ്പരമുള്ള സഹവർത്തിത്വം കേട്ടോ, ഈച്ച് അതർ, coexistent with each other. It is perhaps in equality of freedom and framers Indian constitution the all men irrespective and caste and religion would be treated equal in the eyes of law. അല്ലേ? നിയമത്തിൻ്റെ മുന്നിൽ, ഐസ് ഓഫ് ലോ, അതായത് നിയമത്തിൻ്റെ കണ്ണിൽ എന്ന് പറയും, മുന്നിൽ കണ്ണിലൊക്കെ ഒരേ അർത്ഥം തന്നെയാണ്. നിയമത്തിൻ്റെ കണ്ണിൽ എല്ലാവരും തുല്യരാണ് എന്നുള്ളത് നമ്മളെ കോൺസ്റ്റിറ്റ്യൂഷനിൽ എഴുതി വെച്ചിട്ടുണ്ടെങ്കിലും പക്ഷേ സൊസൈറ്റിയിൽ പ്രാക്ടിക്കലായി ചിന്തിക്കുമ്പോൾ എന്തില്ല, നിയമത്തിൻ്റെ മുന്നിൽ എല്ലാവരും തുല്യരല്ല എന്നും. കാസ്റ്റ് റിലീജിയൻ ബേസ് ആളുകൾ ഇപ്പോഴും എന്താണ്, ചെറിയൊരു വ്യത്യാസം അല്ലെങ്കിൽ ചേരിതിരിവുണ്ട് നമുക്ക് തോന്നുന്നുണ്ട് എന്നാണ് പറയുന്നത്. എന്തിൻ്റെ ഒക്കെ? കാസ്റ്റ്, ക്രീഡ്, കളർ ആൻഡ് റിലീജിയൻ വുഡ് ബി ട്രീറ്റഡ് ഈക്വൽ ഇൻ ദ ഐസ് ഓഫ് ലോ. ഓൾസോ ദ ഡിസ്കസ് ഓഫ് പ്രിൻസിപ്പിൾസ് ഓഫ് ഡെമോക്രസി ദാറ്റ് ഇൻഡക്റ്റീവ് പ്രോസസ്. അല്ലേ, നമ്മുടെ ജനാധിപത്യത്തിൽ കാസ്റ്റ്, റിലീജിയൻ അങ്ങനെ വേറെ കറക്റ്റ് കാസ്റ്റ് പ്രകാരം അങ്ങനത്തെ നിയമ ഭരണഘടനയൊന്നും ഇല്ലെങ്കിലും നിയമത്തിൻ്റെ മുന്നിൽ ആരാണ്? എല്ലാവരും തുല്യരാണ്. നമ്മുടെ നിയമം, റൂൾസ് ആൻഡ് റെഗുലേഷൻ, നമ്മുടെ രാജ്യത്തുള്ള റൂൾസ് ആൻഡ് റെഗുലേഷൻസ് അത് തീരുമാനിക്കുന്നതിൽ നമ്മുടെ ജനങ്ങൾ എന്താണ്, എല്ലാവരും തുല്യരാണ്. കാരണം ഒരു ഫോർ എക്സാമ്പിൾ മിസ് പറഞ്ഞ ഒരു ട്രാഫിക് ജാം ഉണ്ടാകുമ്പോൾ, അതായത് അവിടെ ഒരുപക്ഷെ അവിടെ പ്രൈം മിനിസ്റ്റർ ആവാം, ഒരു ഓർഡിനറി പേഴ്സണും ഒരു പ്രൈം മിനിസ്റ്ററും ട്രാഫിക്കിൽ അവിടെ നിന്നേ പറ്റൂ. അല്ലാതെ ഞാൻ മിനിസ്റ്ററാണ്, ട്രാഫിക് ഒന്നും എനിക്ക് ബാധകമല്ല എന്നാണ് കടന്നു പോകാൻ നമ്മൾ ഇന്ത്യ മഹാരാജ്യത്ത് പറ്റില്ല. അല്ലെങ്കിൽ ആംബുലൻസിൽ അങ്ങനത്തെ എമർജൻസി സർവീസ്, അതായത് എന്തെങ്കിലും റെഡ് ലൈറ്റ് ഇട്ടിട്ട് അലേർട്ട് ചെയ്ത് പോകുന്ന വാഹനങ്ങൾ, അതായത് എന്തെങ്കിലും ഫയർ റെസ്ക്യൂ അങ്ങനെയുള്ള സംഭവങ്ങളുണ്ടല്ലോ, എന്തെങ്കിലും പെട്ടെന്ന് തീ പടരുന്നത്, തീപിടുത്തം, എന്തെങ്കിലും ആക്സിഡൻറ്റ്, അങ്ങനെ കടന്നു ട്രാഫിക് പെട്ടെന്ന് അവർ കടത്തി വിടുമെങ്കിലും അപ്പോൾ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് എന്തില്ല, നമ്മൾ ജസ്റ്റ് ഒന്ന് എന്ത് ചെയ്യും, മാറ്റുന്നു. കാരണം ജീവനാണ് നമുക്ക് വലുത്. അത് നമ്മൾ നിയമത്തിൽ പറഞ്ഞതാണ്. ആംബുലൻസ് വരുമ്പോൾ നമ്മൾ വണ്ടിയൊക്കെ മാറ്റി കൊടുക്കുന്നത്, കാരണം അത് മിനിസ്റ്റർ വണ്ടിയാണെങ്കിൽ പോലും എന്ത് ചെയ്യണോ, അത് ഒതുക്കി കൊടുത്തേ പറ്റൂ. അവിടെ റൂൾസ് ആൻഡ് റെഗുലേഷൻസിന് പൊതുവേ പറഞ്ഞത് മിസ് എന്താ പറഞ്ഞത്, നിയമത്തിന് മുന്നിൽ എല്ലാവരും തുല്യരാണ്. എത്ര വലിയ ഹെഡ് ഓഫ് ദ ഡിപ്പാർട്ട്മെന്റ് പ്രൈം മിനിസ്റ്റർ ആണെങ്കിൽ പോലും നിയമത്തിന് മുന്നിൽ തുല്യരാണ്. ട്രാഫിക്കിൻ്റെ അടുത്ത് നമ്മൾ അങ്ങനെ നിന്നേ പറ്റൂ. അതേപോലെ അതാണിപ്പോൾ ഇവിടെ പറഞ്ഞത്, ട്രീറ്റഡ് ഈക്വൽ ഐസ് ഓഫ് ലോ ആൻഡ് ഓൾസോ ദ പ്രിൻസിപ്പിൾസ് ഓഫ് ഡെമോക്രസി. അതായത് പ്രിൻസിപ്പിൾസ്, തത്വങ്ങൾ, ജനാധിപത്യത്തിന് അങ്ങനെ ഓരോ തത്വങ്ങളുണ്ട്. അത് പ്രകാരം മാത്രമേ നമ്മുടെ രാജ്യത്ത് എന്ത് നടക്കുള്ളൂ, നിയമങ്ങൾ മുന്നോട്ട് പോകുള്ളൂ. അത് കാസ്റ്റ് എന്താണ്, റിലീജിയൻ എന്താണ്, പ്രൈം മിനിസ്റ്റർ ആണോ, ഓർഡിനറി പേഴ്സൺ ആണോ, എന്താ മഹാരാജാവാണോ, ആരായാലും നിയമത്തിൻ്റെ കണ്ണിൽ എല്ലാവരും തുല്യരാണ് എന്നാണ് ഡെമോക്രസി, വാല്യൂ ഓഫ് ഡെമോക്രസി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. നിങ്ങൾ മറന്നു പോകരുത്, മിസ് റിപ്പീറ്റ് ചെയ്യാണ്. എന്ത് ചെയ്യണം, നിങ്ങൾ നോട്ട് എഴുതി വെക്കണം. ഏതൊക്കെയാണ്, വൺ വേർഡ് ക്വസ്റ്റ്യൻ ഒക്കെ ഉണ്ടാവും. 3 pillars, വിച്ച് ആർ 3 pillars എന്ന് ചോദിക്കുമ്പോൾ ഏതൊക്കെയാണ്? ഫ്രട്ടേണിറ്റി, ഈക്വാളിറ്റി ആൻഡ് ലിബർട്ടി. സോ അങ്ങനെ സമത്വം, സാഹോദര്യം മറന്നു പോകരുത്. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ കവർ ചെയ്യാൻ പോകുന്നത് ദ സോഷ്യൽ മാലൈസ് ആൻഡ് നീഡ് ഫോർ വാല്യൂ. സോഷ്യൽ മാലൈസ് എന്ന് പറഞ്ഞാൽ അച്ചടക്കം, സ്വഭാവശുദ്ധി നമ്മൾ പറഞ്ഞു. ഡയമെൻഷൻസ് എന്ന് പറഞ്ഞാൽ ഓരോ അളവുകളിൽ, ഓരോ ഇങ്ങനെയാണ്, ഓരോ അളവുണ്ട് ഓരോ കാര്യത്തിനും. നെക്സ്റ്റ് മൊറാലിറ്റി എന്ന് പറഞ്ഞാൽ നമ്മുടെ സ്വഭാവത്തിന് നല്ല ഗുണത്തിനെയാണ് നമ്മൾ മൊറാലിറ്റി എന്ന് പറയുന്നത്. ധാർമ്മികത, അച്ചടക്കം എന്നൊക്കെ പറയുന്നത് അല്ലേ. ദെൻ മാലൈസ് എന്ന് പറഞ്ഞാൽ അസ്വാസ്ഥ്യം നമ്മൾ പറഞ്ഞു. പില്ലർ എന്ന് പറഞ്ഞാൽ തൂണാണ് നമ്മൾ പറഞ്ഞു. ഓക്കെ, ഇതിൽ ഇൻട്രൊഡക്ഷനിൽ പറയുന്നത് എ ചൈൽഡ് ഈസ് കമ്പേർഡ് ബൈ സം തിങ്കേഴ്സ് ടു സീഡ് പ്രോസസിംഗ് ഓഫ് പൊട്ടൻഷ്യൽ ഓഫ് ബിക്കം ഫുൾ ഫ്ലഗ്ഡ് ട്രീ പ്രൊവൈഡഡ് ടു ഗിവൺ നെസസിറ്റി ഓഫ് എൻവയോൺമെന്റ്. Conducting the environmental, the child of provided not only the teachers school by total social, psychological and informations. ഒരു കുട്ടി സ്കൂളിൽ പോയി ടീച്ചേഴ്സ് പഠിപ്പിക്കുന്ന ആ ഒരു സൈക്കോളജിക്കൽ ആയിട്ടുള്ള ക്ലാസ്സസും അല്ലാതെ സാധാ എടുക്കുന്ന സ്കൂളിൽ പോകും. നമുക്കറിയാലോ, ഒരു 7 വിഷയങ്ങൾ നിർബന്ധം, മാത്സും എല്ലാ വിഷയങ്ങളും പഠിക്കുന്ന ഒരു കുട്ടിക്ക് ആ കുട്ടി എന്ത് പ്രൊവൈഡ് ചെയ്യണം, ആ കുട്ടി എന്താവണമെന്നില്ല, ആ കുട്ടി കറക്റ്റ് ആ പഠിപ്പിച്ചതൊക്കെ പഠിച്ച് നല്ലൊരു പേഴ്സണായി മാറണം നിർബന്ധമില്ല. കാരണം ആ കുട്ടിക്ക് കുട്ടിയുടേതായ വാല്യൂസ്, ആ കുട്ടി എന്താണ് ആപ്റ്റ് ചെയ്യുന്നത്, അത് ആ കുട്ടി കണ്ടും മനസ്സിലാക്കിയും ഒക്കെ ജീവിക്കുമ്പോഴാണ് ആ കുട്ടി എന്തായി കറക്റ്റ് ഒരു പേഴ്സണാലിറ്റി വളർന്നു വരുന്നതെന്നാണ് ഇതിൽ പറയുന്നത്.
ഓക്കെ. ദെൻ സെക്കൻഡ്ലി ഈസ് നോട്ട് ഓൺലി ദ ഡിസൈറബിൾ അറ്റംപ്റ്റ് ഓഫ് ദ സ്കൂൾ ആൻഡ് ദ പേഴ്സൺ ഓർ ഇൻഡിവിജ്വൽ. ഓക്കെ, അപ്പോൾ ഇത്രയും കാലം ഒരു ഇൻഡിവിജ്വൽ, ഒരു വ്യക്തി വളർന്നു വരുന്നതിനിടയായ സാഹചര്യം സ്കൂൾ മുതലാണ് അല്ലെങ്കിൽ ഹോം മുതലാണെന്നാണ് ഇതിൽ ഈ പാർട്ടിൽ നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്.